റോമർക്കെഴുതിയ ലേഖനം 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. നമ്മിൽ എങ്ങനെയാണ് ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവവചനം കേൾക്കുന്നതിനാലാണ് വിശ്വാസം ഉളവാകുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ദൈവം സകലവും അവിടുത്തെ വചനത്താലാണ് ഉളവാക്കിയത്. ഈ ലോകവും അതിലുള്ളതൊക്കെയും ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായതാണെന്ന് എബ്രായ ലേഖനത്തിൽ കാണാം. യേശുക്രിസ്തുവിന് ദൈവവചനമെന്ന് പേരുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ കാണാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ്. സകല സൃഷ്ടിക്കും കാരണഭൂതൻ ക്രിസ്തുവാണ്. ആകയാൽ അവിടുന്ന് സകലത്തിൻ്റെയും സ്രഷ്ടാവും സർവശക്തനായ ദൈവവുമാണ്. നമ്മിൽ വിശ്വാസം ഉരുവാകുന്നത് ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്നതിനാലാണ്. സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ വചനവും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനവുമാണ്. പല വിധത്തിൽ ഈ സുവിശേഷം നമ്മുടെ കാതുകളിലെത്തുന്നു. ചില ആത്മീയ ഗാനങ്ങൾ ഉൾപ്പെടെ ക്രിസ്തുവിൻ്റെ വചനം നമ്മിൽ പതിക്കാൻ കാരണമാകുന്നു. പരിശുദ്ധാത്മാവ് നാം ദൈവവചനം കേൾക്കാൻ പല മുഖാന്തരങ്ങൾ ഒരുക്കുകയും നമ്മെ അതിലേക്ക് നയിക്കുകയും നമ്മുടെ അടുക്കലേക്ക് സുവിശേഷം എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ വചന കേൾവിയാൽ നാം ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയിൽ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മിൽ വിശ്വാസം ഉളവാകുമെന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ബൈബിൾ വായിക്കുമ്പോൾ നമ്മിൽ വിശ്വാസമുണ്ടാകും. ദൈവവചന പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മിൽ വിശ്വാസം ഉണ്ടായി വളരും. ആയതിനാൽ നാം ദൈവവചനം കേൾക്കാൻ ഉത്സാഹിക്കണം. മന്ദതയുള്ളവരായാൽ ദൈവത്തിൻ്റെ ശബ്ദമാണ് നാം നഷ്ടപ്പെടുത്തുന്നത്. അങ്ങനെ സംഭവിച്ചാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. നമ്മിൽ വിശ്വാസം ഉണ്ടായി വർദ്ധിക്കുന്നതിലൂടെ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ അത് കാരണമാകുന്നു. വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യം എന്ന് യേശു വാഗ്ദത്തം നൽകിയത് അനുഭവിക്കാൻ കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.